ഹരേ കൃഷ്ണ. ഭഗവാൻ വിഷ്ണുവിന്റെ പ്രധാന അവതാരങ്ങളായ വരാഹ അവതാരം, നരസിംഹ അവതാരം, ശ്രീരാമ അവതാരം, ശ്രീകൃഷ്ണ അവതാരം എന്നിവ എടുക്കുന്നത് ഈ രണ്ടുപേരെ കൂടി വധിക്കുവാനായിരുന്നു. യഥാർത്ഥത്തിൽ അവർ ഭഗവാന്റെ ശത്രുക്കളായിരുന്നില്ല, ഭഗവാന്റെ ഭക്തരും ഉറ്റ തോഴരുമായിരുന്നു. അവർ എങ്ങനെയാണ് ഭഗവാന്റെ ശത്രുക്കളായി മാറിയത്? ഒരിക്കൽ സനകാദി മുനികൾ ഭഗവാൻ വിഷ്ണുവിനെ ദർശിക്കുവാനായി വൈകുണ്ഠത്തിലെത്തി. അപ്പോൾ അവിടുത്തെ കാവൽക്കാരായിരുന്നു ജയനും വിജയനും. സനകാദി മുനികളുടെ രൂപം കണ്ടപ്പോൾ ജയവിജയന്മാർക്ക് ചിരി അടക്കുവാൻ സാധിച്ചില്ല. സനകാദി മുനികൾ ചെറിയ കുട്ടികളായ സന്യാസികളായിരുന്നു. ദിഗംബരന്മാരായിട്ടായിരുന്നു അവരുടെ സഞ്ചാരം. അവരെ കളിയാക്കി ചിരിച്ചുകൊണ്ട്, ഇവിടെ നിന്ന് പോകുവിൻ, ഭഗവാൻ വിഷ്ണുവിന് കുട്ടികളെ ദർശിക്കുവാൻ ഇപ്പോൾ സാധ്യമല്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. സനകാദി മുനികൾക്ക് ഭഗവാൻ വിഷ്ണുവിന്റെ ഈ പാർഷദന്മാരുടെ ലീലാവിലാസങ്ങൾ കണ്ടപ്പോൾ ദേഷ്യം വന്നു. അവർ അവരെ ശപിച്ചു. നിങ്ങൾക്ക് വൈകുണ്ഠത്തിൽ നിൽക്കുവാൻ ഇനി സാധിക്കുകയില്ലെന്നും നിങ്ങൾ അസുരന്മാരായി തീരട്ടെ എന്നും അവർ ശപിച്ചു. അങ്ങനെ ഈ ജയവിജയന്മാരാണ് പിന്നീട് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, രാവണൻ, കുംഭകർണൻ, ശിശുപാലൻ, ദന്തവക്രൻ എന്നിവരായിട്ട് ജനിച്ചത്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്തു വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.